ഹലോ, ഇന്ന് ഉച്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അമ്മ എന്താ ചെയ്യണമെന്നറിയോ, 2 ദിവസം മുന്നേ ഹോസ്പിറ്റലിലേക്കൊക്കെ പോയിരുന്നല്ലോ. അപ്പം ഞങ്ങളുടെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നലെയൊക്കെ എനിക്കൊരു കുഞ്ഞു കുഞ്ഞു പെയിനൊക്കെ വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അമ്മ വീണ്ടും പാക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെക്കുകയാണ്. ഇത് വല്യമ്മ കൊടുന്ന കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ, അവിടെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ പയർ പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പയർ തോരനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അമ്മ സെപ്പറേറ്റ് ഉണ്ടാക്കിയത്. കോവയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ കോവയ്ക്ക തോരനും വെച്ച് കുറച്ച് പയർ തോരനും വെച്ചു കേട്ടോ. പിന്നെ മത്തനും പയർ എരിശ്ശേരി ഉണ്ടായിരുന്നു. കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. നമ്മൾ മക്കളൊക്കെ എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് എന്തോരം കറി ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ വ്യത്യാസങ്ങളായി. പിന്നെ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചു. നല്ല രസമായിരുന്നു കറി. പിന്നെ അമ്മ അന്ന് മാങ്ങ അച്ചാറിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ട് നമ്മൾ പണിക്കാരുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചേട്ടൻ ചക്ക കൊടുത്തിരുന്നു, പഴുത്ത ചക്ക. അപ്പം നാളെ ഓഫ് കോഴ്സായിട്ടും മുരിങ്ങയുടെ ഇല ചക്കക്കുരു കറി ഉണ്ടായിരിക്കും മിക്കവാറും കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ശരിക്കും പപ്പ മാല ഇട്ടതുകൊണ്ട്, നോമ്പായതുകൊണ്ടേ നമുക്ക് നോണൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെ കഴിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. ഇന്നത്തെ ലഞ്ച് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ എൻ്റെ ടേബിൾ നോക്കിയ ബേബിയാണ് കേട്ടോ. നല്ല സുഖം കേട്ടോ, വയറിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വിത്ത് ടി വി കാണലാണ് കേട്ടോ. അപ്പുക്കുട്ടൻ നല്ല ഉറക്കമാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിരിക്കുക എന്നൊക്കെ വിചാരിച്ച് ഫുഡ് കഴിച്ച് അങ്ങനെ ടി വി കണ്ട് എന്നോട് കുറച്ച് പേര് ചോദിച്ചിരുന്നു എത്ര വീക്സ് ആയെന്ന്. നാളെ മക്കളെ എനിക്ക് 38 വീക്സ് ആവുകയാണ്. എൻ്റെ അനിയത്തി ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഡെലിവറി കഴിഞ്ഞത്. അപ്പോൾ ആൾ 38 വീക്സിലാണ് ആളുടെ ഡെലിവറി ഉണ്ടായത് കേട്ടോ. വേറൊരു ക്യൂട്ടായിട്ടുള്ള സംഭവം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ ബേബി അനങ്ങിയത്? അടിപൊളിയായിട്ടുണ്ടല്ലോ. എനിക്ക് നല്ല ഇഷ്ടമായി. ചില സമയത്ത് എനിക്കിങ്ങനെ ക്ലിപ്പുകൾ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാം.